കൊച്ചിയിലെ കുടിവെള്ള പ്രശ്നത്തിൽ ഇന്ന് രാത്രിയോടെ പരിഹാരമുണ്ടാക്കുമെന്ന് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക. ചേരാനല്ലൂർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ടാങ്കറിൽ കുടിവെള്ളം എത്തിക്കും. മെട്രോ നിർമ്മാണത്തിൽ ജാഗ്രത പാലിക്കാൻ KMRL നിർദ്ദേശം നൽകി. പ്രശ്നങ്ങൾ അറിയിക്കാൻ വാട്സപ്പ് ഗ്രൂപ്പുകളും തുടങ്ങി. കൊച്ചി മെട്രോയുടെ പൈലിങ്ങിനിടെ കുടിവെള്ള പൈപ്പ് പൊട്ടിയ സംഭവത്തിൽ ജില്ലാ കളക്ടർ അടിയന്തരമായി ഇടപെടൽ നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോഴും എനിക്ക് പിന്നിലായി കാണാം കൊച്ചി മെട്രോയുടെ പൈലിങ്ങിനിടെ പൊട്ടിയിട്ടുള്ള ആ പൈപ്പിൽ നിന്നും ധാരാളമായി വെള്ളം ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിലെ പാലാരിവട്ടം, തമ്മനം, കലൂർ മേഖലകളിൽ ഇത് കാരണം രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് നേരിടുന്നത്. ടാങ്കറുകളിൽ വെള്ളം എത്തിക്കാം എന്നുള്ള ജില്ലാ കളക്ടറുടെ ഉറപ്പിനെ തുടർന്നാണ് ഇന്നലെ പ്രതിഷേധക്കാർ മടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. കുടിവെള്ള പ്രശ്നം രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യം മാത്രമല്ല, ഇത്തരത്തിൽ പൈലിങ്ങിനിടെ നിരന്തരമായി ഇങ്ങനെ പൈപ്പുകൾ പൊട്ടുകയും കുടിവെള്ള പ്രശ്നം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ശക്തമായ ഉപരോധത്തിലേക്ക് നാട്ടുകാർ നീങ്ങുന്ന സാഹചര്യമുണ്ടായത്. ഇന്ന് കൊച്ചി മെട്രോ അധികൃതർ, KMRL പ്രതിനിധികൾ തുടങ്ങിയ ആളുകളൊക്കെ ചേർന്നിട്ടാണ് ജില്ലാ കളക്ടറുമായി യോഗം ചേർന്ന. യോഗത്തിനിടെ അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ പ്രതിനിധികളും ഉണ്ടായത്. യോഗത്തിനിടെ കുടിവെള്ളം പ്രശ്നം പരിഹരിക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നാണ് കളക്ടർ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ടാങ്കറുകളിൽ വെള്ളം എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കലൂർ, തമ്മനം, പാലാരിവട്ടം ഭാഗങ്ങളിലാണ് കുടിവെള്ള പ്രശ്നം ഉണ്ടാകുന്നത്. ഇന്ന് രാത്രിയോടുകൂടി പ്രശ്നപരിഹാരം ഉണ്ടാക്കുമെന്നാണ് കളക്ടർ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അത് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഇന്ന് ഒരു 6 ഡിവിഷനും പിന്നെ ചേരനൂർ പഞ്ചായത്തിന് വെള്ള ടാങ്കറുകളിൽ വെള്ളം അടിക്കാനുള്ള സംവിധാനങ്ങൾ KWA പിന്നെ മെട്രോ ചെയ്യുന്നുണ്ട്. അതേമാതിരി പൊട്ടി ഒരു ലീക്ക് ഉണ്ടല്ലോ, അത് ഒരു വൈകുന്നേരത്തേക്ക് റിപ്പയർ ആക്കാനുള്ള എല്ലാ ശ്രമവും എടുക്കുന്നുണ്ട്. ചേരാനല്ലൂർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ടാങ്കറിൽ വെള്ളമെത്തിക്കും. അതുപോലെ മെട്രോ നിർമ്മാണത്തിൽ ജാഗ്രത പാലിക്കാൻ KMRL നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാട്ടർ അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റോപ്പ് മെമ്മോ നൽകണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ പോലും തൽക്കാലം സ്റ്റോപ്പ് മെമ്മോ നൽകുന്നില്ല. എല്ലാ കാര്യങ്ങളും നടക്കണ്ടേ എന്നുമാണ് കളക്ടർ അഭിപ്രായപ്പെട്ടത്. സ്റ്റോപ്പ് മെമ്മോ അങ്ങനെ നമുക്ക് പോവേണ്ട, കോർഡിനേഷനിൽ പോകുന്നത് നല്ലതാണ്. ലെറ്റ് us നോട്ട് സ്റ്റോപ്പ് എനിബഡി. എല്ലാം മുമ്പോട്ട് പോകട്ടെ, കോർഡിനേഷനിൽ മുമ്പോട്ട് പോകും. കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പ്രശ്നങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി കുടിവെള്ള പ്രശ്നം പരിഹരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ഉറപ്പാണ് ജനപ്രതിനിധികൾക്കും ജനങ്ങൾക്കും കളക്ടർ നൽകിയിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലേക്ക് ഈ പൈലിങ്ങിനിടെ നിരന്തരം ഇങ്ങനെ ഈ കുടിവെള്ള പ്രശ്നം ഉണ്ടാകുന്നതും പൈപ്പ് പൊട്ടുന്നതും നിരന്തര സംഭവമായത് തന്നെ അത് പ്രശ്നം പരിഹരിക്കണം. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ വേണം, ജാഗ്രത വേണമെന്ന് KMRLനോടും നിർദ്ദേശമുണ്ട്. There is 1% ചാൻസ് ദാറ്റ് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് സം പൈപ്സ് നമുക്ക് ഇപ്പോൾ കാണുന്നില്ല, ഇല്ലെങ്കിൽ നമ്മുടെ മെഷീൻസ്ക്ക് കാണുന്നില്ല, ബട്ട് ദേ ആർ ദെയർ. അപ്പോൾ അങ്ങനെ ആയെങ്കിലും വിത്തിൻ ഷോർട്ടസ്റ്റ് ടേൺ ഓവർ ഇപ്പോൾ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഒരു 3-4 ഡേയ്സ് എടുത്തു. ദാറ്റ് ഈസ് വെയർ ദ ഫ്രസ്ട്രേഷൻ ഈസ്. അതൊരു 6 to 12 hours എങ്ങനെ ശരിയാക്കാൻ പറ്റും, അതാണ് നമ്മുടെ പ്രയോറിറ്റി കൊടുക്കുന്നത്. 99% വി വിൽ ട്രൈ ടു എലിമിനേറ്റ്. പക്ഷേ 1% എന്തെങ്കിലും സംഭവിച്ചാൽ എങ്ങനെയാണത് പെട്ടെന്ന് ശരിയാക്കുന്നത് എന്ന ഒരു ഇതിലാണ് നമ്മൾ. ക്യാമറാമാൻ NR മനോജിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി.